ഹായ്. ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് മകളെ ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. മകളെ വെളുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റാണ് അവിടെ നടപ്പിലാക്കിയതെന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ. വാപ്പ അതിനകത്തിരുന്ന് കുറേയധികം കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമാണ് എൻ്റെ ഒരു സംശയം. മകൾ കുളിക്കുന്നത് ഡോക്ടർ വിലക്കിയിട്ടുണ്ട്, അതായത് തല നനയ്ക്കാൻ പാടില്ല എന്ന്. അപ്പം മേല് കഴുകിയിലൂടെ ഈ തല നനയ്ക്കാൻ പാടില്ലാത്ത ആളുകൾ നാറ്റമുണ്ട് പോയി കുളി എന്ന് പറയുന്ന എത്ര സീൻ അവിടെ കാണിച്ചു. വാസ്തവത്തിൽ ഇയാൾക്ക് മനസ്സിലാവാത്തതാണോ അതോ നമ്മളെ ഒരുമാതിരി മന്ദബുദ്ധിയാക്കണോ, കാണുന്ന നമുക്ക് കുഴപ്പമാണെന്ന് പറയുകയാണോ? ഇത് നമുക്കാർക്കും അറിയില്ല. നമ്മൾ ആരെങ്കിലും ജാസ്മിൻ്റെ അടുത്തിരിപ്പുണ്ടോ? നമുക്കാർക്കെങ്കിലും പേഴ്സണലി ജാസ്മിനെ അറിയാമോ? യാതൊരു വിധത്തിലും നമുക്ക് ജാസ്മിനെ അറിയത്തില്ല. ജാസ്മിൻ്റെ ഒന്നും അറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതല്ലാതെ അതിനപ്പുറം ജാസ്മിനെ പറ്റി യാതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ബിഗ് ബോസ് അവിടെ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാണിക്കുന്നതിൽ മെയിനായിട്ട് ജാസ്മിൻ കുളിക്കാത്തത് കാണിക്കുന്നു, വിരലെടുത്ത് കടിക്കുന്നത് കാണിക്കുന്നു, കാൽനഖമാണേ ചെരുപ്പിടാതെ നടക്കുന്നത് കാണിക്കുന്നു, കാല് സൂം ചെയ്ത് കാണിക്കുന്നു. വൃത്തിയില്ലായ്മയുടെ പര്യായം എന്ന രീതിയിൽ അവളെ അവതരിപ്പിച്ച് തരുന്നത് ആരാണ്? ബിഗ് ബോസ് ആണ്. വാസ്തവത്തിൽ ഈ ബിഗ് ബോസ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ അതോ അവളെ ഇകഴ്ത്തുകയാണോ, ആ പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിക്കുകയാണെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഈ വന്ന ആൾ ഏറ്റവും കൂടുതൽ അവഹേളിച്ചത് പ്രേക്ഷകരെയാണ്. ആരെങ്കിലുമൊക്കെ ഇരുന്ന് പറയുന്നത് അത് വലിയ കാര്യമാക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ചുമ്മാതിരുന്നങ്ങ് പറയുന്നതാണെന്ന്? അതിനകത്ത് കണ്ട കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി നമുക്ക് പറയാനുണ്ടോ? ഇനി മകൾക്ക് പുറത്തൊരു അഫെയർ ഉണ്ടെന്നും ആ അഫെയർ സ്റ്റിക്കാണെന്നും അത് എൻഗേജ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ആരാണ് പ്രേക്ഷകരോട് പറഞ്ഞത്? നമ്മളാണോ? പുള്ളി തന്നെ പറഞ്ഞു, മകളും പറഞ്ഞു, ഐ ആം കമ്മിറ്റഡ് ഗായ്സ്, ഐ ആം കമ്മിറ്റഡ് എന്ന് പറഞ്ഞത് ആരാണ്? ജാസ്മിൻ തന്നെയല്ലേ? ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥ ശരിക്ക് പറഞ്ഞാൽ ആക്കി കൊടുത്തത് ആരാണ്? ഈ അപ്പൻ തന്നെയല്ലേ? അപ്പൻ എന്താ പറഞ്ഞത്? എൻ്റെ മകൾക്ക് ഒരു എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ട്. അത് എവിടെ വെച്ച് പറയുന്നു? വിവി കൊണ്ടുവന്ന് ക്യാമറ പിടിക്കുമ്പോൾ വിവിയുടെ കൂടെ നിന്ന് അഫ്സൽ കേൾക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞതാണ്. മകളോട് വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലവ് സ്ട്രാറ്റജി ഒന്നും നീ അവിടെ എടുക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മകൾക്ക് ആരെങ്കിലും കണ്ടാൽ പ്രണയിക്കാൻ തോന്നുന്നു എന്നുള്ള ഒരു സാധനം, അല്ലെങ്കിൽ മകൾ ആ സ്ട്രാറ്റജി എടുക്കും എന്നുള്ള കാര്യം നമ്മളോട് ആരാ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ജാസ്മിൻ്റെ ഫാദറായ ജാഫറാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ജാഫർ അതിനകത്ത് കയറി പറയുന്നത് പൊതുസമൂഹം അങ്ങനെയൊക്കെ പറയുക, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഇതൊരു ഗെയിം ഷോയാണ്. പപ്പറ്റ്, ഇതൊരു ഗെയിം ഷോയാണോ? അത് മകൾക്ക് അറിയില്ലേ? ഇത്രയധികം ക്യാമറാസ് അവിടെ ഉണ്ടെന്നും കാല് തൂക്കി തലയെ വെച്ചിട്ടിരുന്ന് ഡാൻസ് കാണിക്കുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള വേറെ വശങ്ങളുണ്ടെന്ന് മോക്ക് പറഞ്ഞു കൊടുത്തില്ലേ വാപ്പ? പോട്ടെ, വാപ്പാക്ക് ആ ബോധമില്ല, ഉമ്മാക്കതില്ലേ? ഉമ്മാക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ. ബ്ലോക്കിന്റെ കാര്യം പറയുന്നു, അട്ടർ ഫ്ലോപ്പാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്ന കുറച്ച് മനുഷ്യർ മന്ദബുദ്ധികളാണെന്നാണോ ഇവർ പറയുന്നത്? നമുക്കൊന്നും വിവരമില്ല, ബോധമില്ല എന്നാണോ പറയുന്നത്? തീരെ ബോധവും വിവരവും ഇല്ലയോ? ഇവർ കാണിക്കുന്ന എല്ലാ പേക്കൂത്തുകളും നമ്മൾ കാണണം, മിണ്ടാതിരിക്കണം. പുറത്തൊരു എൻഗേജ്മെന്റ് നടന്നു എന്ന് പറഞ്ഞതും പുള്ളിക്കാരത്തി, എൻഗേജ്മെന്റ് ഫ്ലോപ്പായി എന്ന് പറഞ്ഞതും പുള്ളിക്കാരത്തി, രണ്ടാമതൊരു എൻഗേജ് നടന്നു എന്ന് പറയുന്നതും അവർ തന്നെ. അവരുടെ അപ്പനും അത് സ്ഥിരീകരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുന്നു, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഇത് പ്രണയത്തിലേക്ക് ആകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ലാലേട്ട. ഇതൊക്കെ നമ്മളാണോ പറഞ്ഞത്? നമ്മളുടേതായിരുന്നോ ഇതൊക്കെ? ഇതൊക്കെ തന്നെ ആരാ അവിടെ പറഞ്ഞുണ്ടാക്കിയത്? പിന്നെ അകത്തേക്ക് വന്ന ആള് ആ ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി പോലും മനസ്സിലാക്കാതെ എല്ലാവരോടുമായിട്ടൊരു വാണിംഗ്, നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന്. അവിടെ ശരിക്കുറവും പറയാൻ ഇങ്ങനെ ആരെങ്കിലും അതിനകത്ത് വിളിച്ചോ? മകൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. മകളെ വിലക്കാം, മകളോട് പറയേണ്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം. പറയുന്നതിന് പകരം അവിടെയുള്ള കുട്ടികളെയൊക്കെ അങ്ങോട്ട് നിന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ ചെയ്ത്. അവിടെ ആരെങ്കിലും മകളെ പോലെ ഇതേപോലെ ഫോട്ടോയും വെച്ച് കളിച്ചോ? ഒരു അപ്പൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണ്? മകളെ ഷോയ്ക്കകത്ത് കയറി മകളുടെ കയ്യിലുള്ള മാല പിടിച്ചു വാങ്ങിക്കേണ്ട ഗതികേട്. മകൾക്കൊരു മാല കൊണ്ട് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷെ കഴുത്തിൽ കിടക്കുന്ന മാല വാങ്ങിക്കാൻ പുതിയ മാല കൊണ്ട് കൊടുത്ത് അത് വാങ്ങിക്കേണ്ട ഗതികേടുള്ള അപ്പൻ നാട്ടുകാരെയും അവിടെയുള്ള കണ്ടസ്റ്റന്റിനെയും കുറ്റപ്പെടുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? എനിക്കത് പിടികിട്ടിയില്ല. വിട്ട വെളുപ്പിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വെളുപ്പിക്കാനെ കൊണ്ട്. വെളുത്തില്ല ഗൊത്തില്ല എന്നേ പറയാനുള്ളൂ. പെടാ എന്നും പോടാ എന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ വിളിക്കുന്ന കണക്കാണ്. തന്നെ വിളിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. മക്കൾക്ക് ബേസിക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളില്ലേ? അവൾ തള്ള, അമ്മച്ചി, കളവി, എടാ, തന്തയില്ലാത്തവനെ, എന്തൊക്കെ വേർഡ്സാണ് ആ പെണ്ണ് ഉപയോഗിച്ചത്? ഷൊണ്ണ, ഷൊട്ട. മകൾക്ക് കുറച്ച് മാനേഴ്സ് പഠിപ്പിച്ചു കൊടുത്ത് വിട്ടുകൂടായിരുന്നു. പകരം ഇത് കണ്ടാ പറയുന്നതാണോ കുഴപ്പം? ഞങ്ങൾ കണ്ട കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, അതിനാണോ വിഷമം വന്നത്? കഷ്ടം തന്നെ, അതല്ല വേറെന്താ പറയാൻ? പല പ്രാവശ്യമായിട്ട് പല രീതിയിൽ പറയുന്ന, പലതും മാറ്റി മാറ്റി പറയുന്ന മകളും അതുപോലെ ഏറ്റുപിടിച്ച് ഏറ്റുപാട്ട് നടത്തുന്ന തന്തയും ചേർന്ന് നാട്ടുകാരെ പറയരുത് കേട്ടോ. നാട്ടുകാരെ വാമൂടി കെട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് ചരിത്രം തന്നെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കണ്ട കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട് അവിടെ.
ഹാഫിസും അതിനെ റിലേറ്റ് ചെയ്ത് അയാളുടെ സറൗണ്ടിൽ നിൽക്കുന്ന ആ ക്യാമറാമാനും അവരെയൊക്കെ താങ്കൾ പറയുക. അവരിത് ഒപ്പിയെടുത്ത് ഞങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചില്ല എങ്കിൽ ഞങ്ങളിത് കാണുകയില്ല, ഞങ്ങൾ അറിയയില്ല. പ്രണയ നിനാഹ ഈ കളിയും കാണിച്ച് അവിടെ കിടന്ന് കൂത്ത് കാണിക്കുമ്പോൾ ഓർക്കണമായിരുന്നു മോളെ നാട്ടുകാരെടുത്ത് ഏറി കയറ്റുമെന്ന്. അതറിയത്തില്ലായിരുന്നോ? ഈ ഒരു വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണിന് മറ്റൊരാളെ കണ്ടപ്പോൾ ഇളക്കം തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യം എന്താണെന്ന് അൻസിബ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുന്നു. ഒരു വിവാഹം നിശ്ചയിച്ചു വെച്ച ഒരു വ്യക്തിക്ക് പിന്നെ എന്താണ് അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യം? ഇപ്പം അപ്പൻ വന്നിട്ട് ആ കൺഫ്യൂഷൻ പറ്റില്ല എന്ന് പറയുമ്പം എന്താണ് അപ്പൻ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഇത്? ഞാൻ എൻ്റെ മകളെ ഇപ്പോഴും അടിക്കും, അപ്പോൾ ഇപ്പോഴും കുട്ടിയെ അടിക്കും, നല്ല പരിപാടിയാ, ഇയാളെന്താ തല്ല് വീരുന്ന, ഇയാളൊരു ഗുണ്ടേ. മകൾ പറയുന്ന കണക്ക് ഈ ഗുണ്ടായിസം വീട്ടിലുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. ആ മകളെ അടിക്കുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മകൾ ഇതുപോലത്തെ പരിപാടി കാണിക്കുമോ? ചെയ്ത തെറ്റെന്താണെന്നും അതിൻ്റെ വ്യാപ്തി എന്താണെന്നും കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി പറയുകയോ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പുറത്തു വരികയോ വേണം. മകൾ കപ്പടിച്ചു കൊണ്ടുവരണം. എന്ത് കുഴക്കിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഈ കപ്പ് പുഴുങ്ങി തിന്നാനാ? മകൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നോ ആ കുട്ടിയുടെ ഭാവിയെ പറ്റിയോ ഒന്നും ചിന്തയില്ലാത്ത ഒരപ്പൻ. എനിക്കങ്ങനെയാണ് അയാളെ മനസ്സിലായിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. മെജോറിറ്റി ആൾക്കാർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. കാരണം ഇപ്പം എൻ്റെ വീട്ടിലൊരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അലിഗേഷനും ഇത്രയധികം സൈബർ ബുള്ളിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രസ്തുത വിഷയവും കൂടെ അവരെടുത്ത് പറയണം. ഞാൻ തീർച്ചയായിട്ടും മതിയാക്കിയിട്ട് പോരൂ എന്നേ പറയുള്ളൂ. കാരണം അത്രത്തോളം അവമാനിക്കപ്പെടുന്നുണ്ട്. ഇനി നിന്ന് കൂടുതൽ അവമാനിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും എന്താണ് ആ കുട്ടി കാണിക്കുന്നത് മുഴുക്കെ? അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടിയെ തിരുത്തി മര്യാദയ്ക്ക് ആക്കുക എന്നുള്ളതാണ്. ഇനി അവൾക്ക് മര്യാദ വേണമെന്ന് വേണ്ടതെന്നൊക്കെ അവളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഒരു ഷോയിൽ അത് പ്രതിനിധീകരിക്കുന്നതും അത് ജനങ്ങൾക്ക് കൊടുക്കുന്നതുമായ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് കൃത്യമായ ആളുകളിലേക്ക് എത്താതെ അതിനെ വക്രീകരിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ ആകരുത് എന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ മോള് മോശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മോളെ തിരുത്തി കൊണ്ടുപോകുന്നതിന് പകരം ഈ അപ്പൻ വന്നിരുന്നത് ജനങ്ങളെയാണ് കുറ്റം പറയുന്നത്. കണ്ട ജനങ്ങൾ പറയത്തില്ലയോ? പറയാൻ പാടില്ലയോ? വയസ്സിന് മുതിർന്നതാണ് എല്ലാവരെക്കാൾ വയസ്സ് താഴ്ന്നവളാണ്, കുഞ്ഞി വാവേണി ശ്രദ്ധ ബബയാണെന്ന് പറയുമ്പോൾ തന്ത തന്നെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ കണ്ട 27 വയസ്സ് തോന്നുന്നു. മകൾക്ക് പ്രായക്കൂടുണ്ട്, പ്രായക്കൂടുതൽ പോയി പേസി കാണിക്കുന്നുണ്ട്. പക്ഷെ മകള് കുഞ്ഞാവളിയാ, എല്ലാവരും തള്ളയാ, എല്ലാവരും കിളവിയാ, എല്ലാവരും മുതുക്കികളാ, മോളങ്ങ് കുഞ്ഞാവയാ, കുഞ്ഞാറ്റയാ. മനസ്സിലായില്ലേ? ഇത് വളർത്തു ദോഷം കൊണ്ട് വന്ന ഒരൊറ്റ അപാകതയാണ്. ആ കുട്ടിയെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി ഈ പരുവത്തിലാകാനുള്ള കാരണം ഈ അപ്പനാണ്. അത് തെളിവായിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും പോരാതിരുന്നിട്ട് ലവ എന്ന് നാട്ടുകാരെ പറയുക. ഷോയ്ക്കകത്ത് കയറി ഷോയ്ക്കകത്ത് നടന്ന ഒരു വിഷയത്തിനെ എടുത്തു വെച്ച് പറയുന്നു. മകളെ ഡോമിനേറ്റ് ചെയ്തു. ഓക്കെ, നോമിനേറ്റ് ചെയ്ത മകൾ അതിനകത്ത് പോയിട്ട് ഗബ്രി ഇനി വാ കെട്ടിപ്പിടിക്കട്ടെ, അത് കാണുമ്പോൾ നിനക്ക് ഇളകുന്നില്ലേടാ ജിൻഡോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? മകൾ പറഞ്ഞ ഒരു വൾഗർ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഒരു മാപ്പ് പറയണമെന്ന് തന്തയ്ക്ക് തോന്നിയോ? ഏതെങ്കിലും രീതിയിൽ ഒരു മാപ്പ് ആ മനുഷ്യന് വേണ്ടിയിട്ട് പറയണമെന്ന് തോന്നിയോ? ചെന്നപ്പോൾ തന്നെ അയാളുമായിട്ടൊരു കുറച്ച് ഇൻറ്റിമസിയെങ്കിലും കാണിച്ചോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നാടകങ്ങളാണ്. ഈ നാടകങ്ങൾ നമ്മൾ കണ്ടിട്ട് നിങ്ങൾ ഗ്രേറ്റാ, ചൂപ്പറ എന്ന് ഞങ്ങൾ പറയണമായിരിക്കും അല്ലേ? ഓ ചൂപ്പറ, മോളും അപ്പനും ചൂപ്പറ പോരെ. മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു ചാനൽ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഏങ്ങി വലിച്ച് ആ ചാനൽ തട്ടിപ്പോയാൽ തീരാവുന്ന കഴപ്പേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നുമല്ല. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇനി അതുണ്ടെങ്കിൽ ആരെയും എന്തും പറയാം, എന്ത് തോന്നിവാസവും കാണിക്കാം, ആർക്കും എന്ത് സൈബർ ബുള്ളിങ്ങും വിളിച്ചിട്ട് കൊടുക്കാമെന്നുള്ള മോളുടെ ആ ധാർഷ്ട്യത്തിന് ദൈവം കൊടുത്ത പണിഷ്മെൻ്റാണ്. ഇൻഷാ അല്ലാഹ് മോള് നേടിക്കൊണ്ടുവരും ആ പുഴുത്ത കപ്പ്. ആ കപ്പ് കിട്ടുന്നവരൊക്കെ തന്നെ ആ കാറ്റഗറിയിലുള്ളവരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന അത് ജിൻഡോയ്ക്ക് കിട്ടരുതെന്നാണ്. കാരണം പിന്നെ ജിൻഡോ മോശപ്പെട്ടവനെന്ന് ഞാൻ പറയും. കാരണം അത്ര മോശപ്പെട്ട ഒരു പ്രോഗ്രാമാണത്. ഇപ്പോൾ അങ്ങനെയാണ് മാറിയിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും അതിനോടനുബന്ധിച്ച് നടന്ന സാർവത്രികമായ സാധനങ്ങളും ഒക്കെ കേട്ടിട്ടും തന്തയ്ക്ക് ലേശം പോലും ഉളുപ്പില്ലാതെ അവിടെ പോയിരുന്നുണ്ട് നാട്ടുകാരെ വഴക്ക് വരുന്നു. നാട്ടുകാരെ തള്ളയിലോട്ട് കയറണ്ട. മോളും ബാപ്പായും കാണിച്ചു കൂടുന്ന പേക്കൂത്തുകൾ ആളുകൾ കണ്ടാൽ പറയും, അത് അവരുടെ അവകാശമാണ്, അവർ പറയും. അതിനകത്ത് കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. മോക്ക് വൃത്തിയില്ലായ്മയാണ് എന്നുള്ളത് നമ്മൾ വക്രീകരിച്ചു എന്നാണ് പറയുന്നത്. മോള് തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, മോള് തന്നെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ കുളിക്കുന്നതിന് ഇഷ്ടം, എനിക്ക് കുളിക്കാൻ ഇഷ്ടമില്ല, എനിക്കങ്ങനെ വാടയൊന്നുമില്ല. അതെന്താ അന്ന് വാപ്പാക്ക് തോന്നിയില്ലേ? അത് പറയുന്ന തിരുത്തി പറയണമെന്ന് പറഞ്ഞോ? പറയിച്ചോ മോളെ കൊണ്ട്? പല വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് എന്ന് 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 3-4 വീഡിയോയിലും തുടരെ ഇത് തന്നെ പറയുന്നത്, എനിക്ക് കുളിക്കുന്നത് ഇഷ്ടമില്ല, എനിക്ക് കുളിക്കാൻ ഇഷ്ടമില്ല. വൃത്തിക്കുറവുള്ള മകളെ പറ്റി പറയുമ്പോൾ വൃത്തിക്കുറവുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ അങ്ങനെയാണ്, എൻ്റെ കുട്ടി അങ്ങനെയാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പകരം അത് പറയുന്ന നാട്ടുകാർക്കാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ അത് നല്ല പിട കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. കേടിക്ക് വീട്ടിൽ പിള്ളേരെ അടിച്ചേ ശീലമുള്ളൂ, പുറത്തുനിന്ന് അടി കിട്ടി ശീലമില്ല. അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊട്ടിയിട്ട് കൊടുക്കേണ്ടത് ഇങ്ങേർക്കാണെന്നാണ് എൻ്റെ ഭാഗം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.